കുറച്ച് കാലങ്ങളായി മുസ്ലിങ്ങൾക്കിടയിലെ ഹിന്ദു വിരുദ്ധതയും ക്രിസ്ത്യൻ വിരുദ്ധതയും വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. മുമ്പൊക്കെ നമ്മൾ കഴിഞ്ഞു പോലത്തെ ഒരു കാലഘട്ടമല്ല ഇത്. മുമ്പൊക്കെ ജാതിയെന്നോ മതമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മളുടെ അയൽക്കാരുടെ, നമ്മളുടെ സഹപ്രവർത്തകരുടെ ഒന്നും മതം അന്വേഷിച്ച് ഒരു പൂർവികരും എവിടെയും യാത്ര ചെയ്തിട്ടില്ല. നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കള്, അവര് പോകുന്ന വീടുകള്, അവരുടെ സുഹൃത്തുക്കളുമായിട്ട് അവരിടപഴകുമ്പോൾ അവരുടെ മതം ഇവരിലേക്കോ ഇവരുടെ മതം അവരിലേക്കോ പോയിരുന്നില്ല. രണ്ടുപേരും വേറിട്ട രണ്ട് വ്യക്തികളായി നിലനിൽക്കുമ്പോഴും അവര് തമ്മിലുള്ള ആത്മബന്ധം രക്തബന്ധത്തെക്കാൾ വളരെ ബലവത്തായി തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഇന്നത്തെ സാഹചര്യം അതിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. എല്ലാത്തിലും മതം കൊണ്ടുവരാൻ ശ്രമിക്കുവാണ്. എന്തിനേറെ, കഴിക്കുന്ന ഭക്ഷണത്തിൽ വരെ, പഠിക്കുന്ന പാഠശാലയിൽ വരെ, പഠിപ്പിക്കുന്ന അധ്യാപകരിൽ വരെ, പോകുന്ന ആശുപത്രിയിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ എന്നു തുടങ്ങി വിദ്യാലയങ്ങളിൽ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ എല്ലായിടത്തും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ മതം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ അലിഗഡ് ജില്ലയിലെ അത്രൗളി എന്ന് പറയുന്ന പട്ടണത്തിലെ ഒരു ഹോട്ടലില് ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തിയ ഒരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ 11 രാത്രി പട്ടണത്തിലെ സുഭാഷ് ചൗക്കിലുള്ള ഖ്യാജ എന്ന് പറയുന്ന ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ആളുകൾക്ക് ബില്ലടയ്ക്കുന്നതിന് മുമ്പ് കൈകൾ തുടയ്ക്കാൻ നൽകിയ നാപ്കിനുകൾ, ഇതിനകത്ത് ആലേഖനം ചെയ്തിരുന്നത് ഹിന്ദു ദൈവങ്ങളുടെയും ദേവതകളുടെയും ചിത്രങ്ങളും കൂടെ ഭാരതമാതാവിന്റെ ചിത്രവുമായിരുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം. നാളെ ഇവര് നമ്മുടെ ദേശീയ പതാകയുടെ ചിഹ്നമായിരിക്കും അതിനകത്ത് അച്ചടിച്ചിരിക്കുന്നത്. നമ്മൾ പോലും ചിന്തിക്കാതെ, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നതിന് മുമ്പ് ഇവർ പ്രവർത്തിച്ചിരിക്കും. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് കോഴിക്കോട് കടപ്പുറത്ത് ഉയർന്ന ബലൂണുകളിൽ പാകിസ്ഥാൻ കീ ജയ് എന്നെഴുതിയിരിക്കുന്ന ബലൂണുകളാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ ദേശീയ പതാകയിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് അച്ചടിച്ച പതാകയും നമ്മൾ കണ്ടതാണ്. ഈ രൂപത്തിൽ ഭാരതീയരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ, അതിനകത്തു നിന്നും ഹിന്ദുക്കളുടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്താൻ ഇവർ കഴിവതും ശ്രമിക്കും. ഇനിയിപ്പോ ഇവരൊരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ പോയി എന്ന് വിചാരിക്കുക, ഒരു ക്രിസ്ത്യാനിയുടെ ഹോട്ടലിൽ പോയി എന്ന് വിചാരിക്കുക. അവർക്ക് തുടയ്ക്കാൻ കൊടുക്കുന്നത് ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ ചിത്രങ്ങൾ അടങ്ങിയ പേപ്പറുകളാണ് അവർക്ക് കൈ തുടയ്ക്കാൻ കൊടുക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? ആരെങ്കിലും ടിഷ്യൂ പേപ്പർ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് എന്താണ് ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ അറിയില്ല, നമ്മളത് ശ്രദ്ധിക്കുക പോലുമില്ല. എന്തായിരുന്നാലും ആരോ ഒരാൾ അത് ശ്രദ്ധിച്ചു. അവർ ആരാധിക്കുന്ന ദേവതകളുടെ, അതല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെ, ഹിന്ദു ദൈവങ്ങളുടെയും ഒക്കെ ചിത്രങ്ങൾ ആ ടിഷ്യൂ പേപ്പറിനകത്തുണ്ടായിരുന്നു എന്നവർ കണ്ടെത്തി. അതിനെ തുടർന്ന് ഈ വിവരം ലഭിച്ച ഉടനെ തന്നെ ബജ്റംഗ് ദൾ പ്രവർത്തകർ ആ സ്ഥലത്തെത്തുന്നു, പ്രതിഷേധം തുടങ്ങുന്നു. ഇത് ആരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കണം. അവനവന്റെ പാടു നോക്കി മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പവുമില്ല. മറ്റുള്ളവരുടെ മതവികാരങ്ങളെ എത്ര കണ്ട് വ്രണപ്പെടുത്താമോ അത്ര കണ്ട് വ്രണപ്പെടുത്തുകയും മനഃപൂർവ്വം പോയി ചൊറിഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുവാണവര്. അങ്ങനെ ബജ്റംഗ് ദൾ പ്രവർത്തകർ ഹോട്ടലിൽ എത്തുന്നു. അവര് ബഹളമുണ്ടാക്കുന്നു. ഹോട്ടലിൽ മാംസവും ബിരിയാണിയും വിളമ്പാറുണ്ടെന്നും അത്തരം ഒരു സ്ഥലത്ത് മതചിഹ്നങ്ങളെ അപമാനിക്കുന്നത് അപലപനീയമാണെന്നും ബജ്റംഗ് ദൾ അംഗങ്ങൾ പറഞ്ഞു പ്രതികരിച്ചു. ആരാണ് ചുമ്മാ ഇരുന്ന് അവരെ പ്രകോപിപ്പിച്ചത്? ഹോട്ടലിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന രേഖകൾ ബജ്റംഗ് ദൾ പ്രവർത്തകർ പോലീസിന് കൈമാറി. കർശന നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ബജ്റംഗ് ദൾ നേതാവായ ഗൗരവ് ശർമ്മയുടെ പരാതിയിൽ മതവികാരം വ്രണപ്പെടുത്തിയതിനും സമാധാനം തകർക്കാൻ ശ്രമിച്ചതിനും ഹോട്ടൽ ഉടമ സലീം എന്ന വ്യക്തിക്കെതിരെ കേസെടുത്തു. ഹോട്ടൽ നടത്തിപ്പുകാരനായ സലീമിനെ കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതായും അവിടെ നിന്ന് അയാൾക്ക് ജാമ്യം ലഭിച്ചതായും സിഇഒ സർജിന സിംഗ് അറിയിച്ചു. പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓരോരുത്തരും ഓരോ തൊഴിലുമായി രംഗത്തിറങ്ങുന്നത് കുടുംബം പോറ്റാനാ, മക്കളെ വളർത്താനാ. അപ്പോൾ അവർ അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ ഒതുങ്ങി അത്ര കണ്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം നമുക്ക് നമ്മളുടെ മതവിശ്വാസം,
നമ്മളുടെ മതചിഹ്നങ്ങൾ എത്രമാത്രം പവിത്രമാണോ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ അപരനും അപരന്റെ മതവിശ്വാസം? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തത്? നമ്മുടെ വിശ്വാസം തന്നെ ആയിരിക്കണം എല്ലാവരും എന്ന് ശഠിച്ചാൽ നടക്കുന്ന കേസാണോ? അവർക്ക് അവരുടെ വിശ്വാസം മഹത്തരമാണ്, നമുക്ക് നമ്മുടെ വിശ്വാസവും മഹത്തരമാണ്. നമ്മളുടെ മതചിഹ്നങ്ങളെ മറ്റൊരാള് പരിഹസിച്ചാൽ, അപഹസിച്ചാൽ, അവര് നിന്ദിച്ചാൽ ഏതു രൂപത്തിലാണോ നമുക്ക് മതവികാരം വ്രണപ്പെടുന്നത്, അതേ രൂപത്തിൽ മറ്റൊരു മതവിശ്വാസിക്ക് മതവികാരം വ്രണപ്പെടാൻ പാടില്ല എന്നിങ്ങനെ പറയും. നമ്മളുടെ മതചിഹ്നങ്ങളെയാണ് മറ്റുള്ളവർ പരിഹസിക്കുന്നതെങ്കിൽ നമ്മൾ എത്രമാത്രം അട്ടഹാസം ഉണ്ടാക്കും. ആ ഹോട്ടൽ അടിച്ചു പൊളിച്ചിട്ടുണ്ടാകുമായിരുന്നു അല്ലെ? ആ ഹോട്ടലിന്റെ മാനേജർ അഥവാ അതിന്റെ ഓണർ ഇന്ന് ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് മുസ്ലിങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുമായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കാണുന്നതാണ് മുസ്ലിങ്ങളുടെ മതവികാരം എത്ര പെട്ടെന്നാണ് വ്രണപ്പെടുന്നതെന്ന്. അപ്പോൾ നമ്മുടേത് മാത്രം വ്രണപ്പെടാൻ വളരെ എളുപ്പവും മറ്റുള്ളവരുടേതൊക്കെ എങ്ങനെയും നമുക്ക് അപമാനിക്കാം എന്നുണ്ടോ? ഇതിനെ ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് തള്ളിക്കളയാൻ വരട്ടെ. തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്ത യുവാവിന്റെ ഉടമസ്ഥതയിലുള്ള നാഷണൽ പാരഡൈസ് ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കിയത് നമുക്കറിയുന്നതല്ലേ? അടിമുടി പറിച്ചതിനകത്തിട്ടു. എന്തിന്റെ കേടായിരുന്നു? തുണി പൊക്കുന്നു, ഒരു മുടി പറിക്കുന്നു, തുളസിത്തറയിലിടുന്നു. തിരിച്ച് ഇസ്ലാം മതവിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഒരാൾ അങ്ങനെ ചെയ്തതെങ്കിൽ അയാൾക്ക് ഇന്ന് കഴുത്തിന് മുകളിൽ തല കാണുമായിരുന്നോ? അപ്പോൾ മനഃപൂർവം ചുമ്മാ ഇരിക്കുന്ന ഹൈന്ദവ വിശ്വാസികളെ ഇളക്കി മുന്നോട്ടെടുക്കുവാണ്. എന്തിന്? ഒരു പ്രതിഷേധമുണ്ടാക്കാൻ, ഒരു കലാപമുണ്ടാക്കാൻ, ഒരു മതസ്പർദ്ധയുണ്ടാക്കാൻ. ഇതുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയുന്നതാണ് ഈ തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്ത വ്യക്തിയെ കുറിച്ചിട്ട്. ഇതറിയിച്ച് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് ആ ഹോട്ടലിന് നോട്ടീസ് നൽകുന്നത്. 2024-2025 വർഷത്തിൽ ഹോട്ടലിന്റെ ലൈസൻസ് പുതുക്കിയിട്ടില്ല എന്ന് മുനിസിപ്പാലിറ്റി നൽകിയ നോട്ടീസിനകത്ത് പറയുന്നുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസാണ് നഗരസഭ ആദ്യം നൽകിയത്. ഹോട്ടൽ അടച്ചു പൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 48 മണിക്കൂറിനകം അറിയിക്കണം എന്നും നോട്ടീസിൽ പറയുന്നുണ്ടായിരുന്നു. ഉടമയ്ക്കെതിരെ കേസെടുത്ത അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് അപായ സാധ്യതകൾ ഉള്ളതുകൊണ്ടും അനുവദിക്കപ്പെട്ട ലൈസൻസ് പുനഃപരിശോധിക്കപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ട് എന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിനകത്തുണ്ടായിരുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തുളസിത്തറയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു സംഭവം ഗുരുവായൂരിൽ നടക്കുന്നത്. പാരഡൈസിന്റെ ഹോട്ടൽ ഉടമയായ ഹക്കീം എന്ന വ്യക്തിയാണ് തുളസിത്തറയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി ചെയ്തത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രതിഷേധം കനത്തു. അതോടുകൂടി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതനായി. കഴിഞ്ഞ 25 വർഷമായി മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് യുവാവ് എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി ഇയാൾ ഗുരുവായൂരിൽ ഹോട്ടൽ നടത്തിയിരുന്നു. ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചു. അത് എങ്ങനെയാണ് മാനസിക വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് ഹോട്ടൽ നടത്താൻ സാധിക്കുന്നത്? അതും ഹോട്ടലാണ് മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്, ഭക്ഷണമാണ്. ഇയാൾക്ക് എങ്ങനെയാണ് ലൈസൻസ് ലഭിച്ചത്? ഇതോടുകൂടിയാണ് ഹോട്ടലിനെതിരെ നടപടി സ്വീകരിക്കാൻ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അധികൃതർ നിർബന്ധിതരായത്. ഏതൊക്കെ രൂപത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമോ ആ രൂപത്തിലെല്ലാം ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഒതുങ്ങി ജീവിക്കാം എന്നാഗ്രഹിക്കുന്ന ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതരഹിതർക്കും ഇടയിൽ പോലും സ്പർദ്ധയുണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, പരസ്പരം വിദ്വേഷം വമിപ്പിക്കുന്ന രൂപത്തിൽ കലാപ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ കാലത്തും ഇസ്ലാം മതവിശ്വാസികൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. നന്ദി.